എം ജയചന്ദ്രൻ, എം സതീഷ് പാലക്കാട്ടെ മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മയുടെ കൺവീനറാണ്. ആദ്യം ശ്രീ എം ജയചന്ദ്രനിലേക്കാണ് പോകുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? അങ്ങയിലേക്ക് വരാം. ഇനി അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭനിലേക്കൊന്ന് പോകാം. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, നേരത്തെ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളായി നമ്മൾ കാണുന്നത് CPM-ന്റെ അകത്തെ വിഭാഗീയത എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായിരുന്നു. ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ CITU-ന്റെ അധീശത്വം അവിടെ അതിന് മങ്ങലേൽക്കുമ്പോൾ സേവ് CITU ഫോറം വരികയാണ്. പിന്നീട് VS പിണറായി തർക്കം 2 പതിറ്റാണ്ടോളം പാർട്ടിയെ ഗ്രഥിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം അവസാനിക്കുമ്പോൾ വിഭാഗീയതയ്ക്ക് അറുതി വന്നു എന്ന ആശ്വാസവുമായാണ് പാർട്ടി നേതൃത്വം മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, പാലക്കാട് നമ്മൾ കാണുന്നത് നേരത്തെ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായ വിമർശനങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അശ്ലീലമായ സാഹചര്യം നിലനിന്ന് എന്താണോ PK ശശി അവിടെ പാലക്കാടൊക്കെ നടത്തിയത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഇടം പിടിക്കുകയാണ് CPM-ൽ. ഒരുപക്ഷെ CPM-ൽ എന്നും മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകാത്ത വിധത്തിലുള്ള അശ്ലീലതയാണ് ഇന്ന് CPM-നകത്ത് ചർച്ചാ വിഷയം. എങ്ങനെയാണ് BJP സാഹചര്യത്തെ കാണുന്നത്? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ വളരെ വേദനിക്കുന്ന അല്ലെങ്കിൽ എന്നെ വളരെ ദുഃഖിതനാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കാരണം നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, പൊതുപ്രവർത്തകരാണ്. നമ്മളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ്, മോക്ഷം കിട്ടാനൊന്നുമല്ല. ആ കാര്യത്തിലൊന്നും നമ്മൾ ഒളിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്നു, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൽ മത്സരിക്കുന്നു. ഒരു MLA ആവണം, MP ആവണം, ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറെങ്കിലും ആവണം, പാർട്ടിയിൽ സെക്രട്ടറി ആവണം, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവണം, മറ്റ് സ്ഥാനങ്ങൾ ലഭിക്കണം എന്ന ആഗ്രഹമൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെയും മനസ്സിലൊക്കെ ഉണ്ടാവും. അതിലൊന്നും തെറ്റില്ല. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും, ചില മത്സരങ്ങൾ ഉണ്ടാവും. മത്സരങ്ങൾ ഉണ്ടാവുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ചില സമയങ്ങളിൽ ചില വിഷയങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ ചിലർക്ക് പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാതെ വരും. അപ്പോൾ അവര് വേറെ പാർട്ടിയിലേക്ക് പോകും. ഇനി സ്ഥാനമാനങ്ങൾ എന്തെങ്കിലും കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളുകൾ പാർട്ടി വിട്ടേക്കും. അതും വലിയൊരു പാതകമാണ് എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അത് ആരും നമ്മളുടെ ഒരു പൊതുസമൂഹത്തിൽ ആരും വലിയ ഒരു കുറ്റമായിട്ടോ തെറ്റായിട്ടോ കാണാറില്ല. പക്ഷെ എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ചില പ്രസ്താവനകളാണ് ഇന്ന് CPM നേതാക്കന്മാരുടെ ഭാഗത്ത് ഇന്നലെ ഇന്നുമായിട്ട് ഉണ്ടായത്. ഇന്നലെ ശ്രീ PK ശശി തൻ്റെ ഈ വിമത യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു DYFI പ്രവർത്തകനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ ശശിയോട് പറഞ്ഞത്രേ, എൻ്റെ പൊന്നു ശശിയേട്ടാ, ഞാൻ ആദ്യമായി കഞ്ചാവ് വലിച്ചത് DYFI യൂത്ത് സെന്റർ എന്നാണ്. മാത്രവുമല്ല ഒരു ചെറുപ്പക്കാരൻ പരാതി കൊടുത്തു, സാക്ഷി പറഞ്ഞു DYFI യൂത്ത് സെന്ററിൽ കള്ളും കഞ്ചാവും കുടിപ്പിക്കുകയും വലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് ശശി പറഞ്ഞിരിക്കുന്നു. മദ്യം ഒരു പ്രധാന ഘടകമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആളുകൾ മദ്യപിക്കുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം മദ്യം ഇവിടെ നിയമപ്രകാരം വിൽക്കപ്പെടുന്ന സാധനമാണ്. പക്ഷെ പൊതുപ്രവർത്തകന്മാർ പൊതുപ്രവർത്തനത്തിന്റെ ഇടയിൽ പൊതുപ്രവർത്തന വേദികളിൽ, പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തന വേദിയാണ്, അവിടെ മദ്യപിക്കുന്നു അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇന്നിപ്പോൾ ശശിക്ക് മറുപടിയായി പറഞ്ഞിരിക്കുന്ന അതിലേറെ ഗുരുതരമായ കാര്യമാണ്. അതിലൊരു ക്രിമിനൽ കുറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം റിയാസുദ്ദീൻ എന്ന് പറയുന്ന പാലക്കാട് DYFI-യുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ, ഞാനിപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ അവരുടെ വാർത്തയായിട്ട് കണ്ടു. അതായത് ഒരു പാർട്ടി പ്രവർത്തകയുടെ ഭർത്താവ് പാർട്ടി ഓഫീസിൽ വന്നപ്പോൾ കാണാൻ പാടില്ലാത്തത് കണ്ടു, എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന്. നോക്കൂ, ഇതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ്. ഇതൊക്കെ അതീവ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള ആരോപണങ്ങളാണ്. അതോടൊപ്പം ക്രിമിനൽ കുറ്റമുണ്ട്. കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ പാർട്ടി ഓഫീസിലേക്ക് ശശി ഉള്ളത് കാരണം പോകുന്നില്ല, ശശി പോയത് കൊണ്ട് അവർക്ക് അവിടെ പോകാൻ പറ്റും
ഇനി അവരെ വിളിച്ചാൽ വരുമെന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഈ ആരോപണ ഞാനിതൊന്നും ഇപ്പോ എന്താ പറയാ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും ആളല്ല. പാർട്ടി CPM-ന്റെ അകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പാലക്കാട്ടെ ഒരു BJP-കാരനും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പാലക്കാട് BJP-യുടെ പ്രവർത്തനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊക്കെ പോയി പങ്കെടുത്ത ആളാണ്. മാത്രമല്ല മറ്റു പല പൊതുപരിപാടികൾക്ക് അവിടെ പോകുന്ന ആളാണ്. അവരാരും എന്നോട് ഇങ്ങനത്തെ ആരോപണങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പാർട്ടിക്കാർ തമ്മിൽ ഇത്തരത്തെ ഗുരുതരമായ ആരോപണങ്ങൾ ആരോപിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം ക്രിമിനൽ സ്വഭാവമുള്ള ക്രിമിനൽ കേസ് വരാൻ സാധ്യതയുള്ള ആരോപണം വരെ ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങോട്ടാണ് ഈ പോക്ക്? CPM-ന്റെ പോക്ക് എങ്ങോട്ടാണ്? അതാണ് സോവിയറ്റ് യൂണിയനിൽ കണ്ടത്, അതാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടത്, അതാണ് പശ്ചിമ ബംഗാൾ കണ്ടത്, അതാണ് ത്രിപുരയിൽ കണ്ടത്. അവരിങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരസ്പരം തമ്മിൽ പൊരുതി അവര് നശിച്ച് നാനാവിധമാവും. ആ ഒരു സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ആരോപണമൊക്കെ സത്യമാണോ നുണയാണോ എന്നൊക്കെ ദൈവത്തിന് അറിയാം. ഏതായാലും ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിരിക്കുകയാണ്. അതിഗുരുതരമായ എന്താ പറയാ ഇമ്മോറലായ അധാർമികമായ പ്രവർത്തികളെ പറ്റിയിട്ടുള്ള ആരോപണങ്ങൾ. അപ്പൊ ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഇതിനെ നമ്മൾ കേവലം കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യരുത്. ഞാൻ ഇതിനെ നമ്മുടെ പൊതുസമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കുഴപ്പമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരാൾ പാർട്ടി വിട്ടുപോയാൽ നിങ്ങൾ എന്തിനാണ് അയാളുടെ ബെൽറ്റിന് താഴെ അടൽ ബിഹാരി വാജ്പേയിയോട് ചോദിച്ചു നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് ഒരു ഇന്റർവ്യൂവിൽ വാജ്പേയി പറഞ്ഞു, ഐ നെവർ ഹിറ്റ് ബിലോ ദി ബെൽറ്റ്, ഞാൻ അരയ്ക്ക് താഴെ ഇടിക്കാറില്ല എന്ന് പറഞ്ഞു. നമ്മൾ പൊളിറ്റിക്സിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പരസ്പരം ആരോപണം ഉന്നയിക്കരുത് അല്ലെങ്കിൽ ആരോപിക്കരുത്. അതൊരു മര്യാദയുള്ള രാഷ്ട്രീയമാണ്. ആ മര്യാദ പാർട്ടിക്കുള്ളിൽ തന്നെ ആ മര്യാദ പാർട്ടിക്ക് അകത്ത് തന്നെ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ പാലക്കാട് നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ M. ജയചന്ദ്രൻ, അങ്ങ് CPM-ന്റെ വിഭാഗീയതയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി അറിവുള്ള ആളാണ്. നേരത്തെ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് CPM-ന്റെ വിഭാഗീയത ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി, പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്